ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം. ഇന്ന് നമ്മൾ 6-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് 7-ാമത്തെ ശ്ലോകത്തിലേക്കാണ് കിടക്കുന്നത്. 6-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഓരോ ഇന്ദ്രിയങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ അധിഷ്ഠാതാക്കളായ ദേവതകളുടെയും സൃഷ്ടിയെ പറ്റിയാണ്. അതായത് സത്വരജസ് തമസ്സുകളുടെ ക്രമം അനുസരിച്ച് ഈ ഗുണങ്ങളെല്ലാം 3 വിധത്തിലാവുകയും അതുപോലെ തന്നെ ആ ഒരു 3 വിധത്തിലുള്ള അവസ്ഥയെ പ്രാപിച്ചിട്ട് സാത്വികവും രാജസവും താമസവുമായ ഗുണങ്ങൾ ആ പേരുകളിൽ അവരറിയപ്പെട്ടു. ആ സാത്വിക ഗുണത്തിൽ നിന്ന് ദിക്ക്, വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നീ ദേവതകളും അതുപോലെ തന്നെ ആ ദേവതകളോട് ബന്ധപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങൾ ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം ഇവയും അതുപോലെ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളും അവയുടെ അധിഷ്ഠാതാക്കളായ വന്യ, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി എന്നീ ദേവതമാരും അതുപോലെ അന്ധകരണ വൃത്തികളായ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയുടെ അധിഷ്ഠാതാക്കളായ ദേവതമാർ ചന്ദ്രൻ, അതുപോലെ ബ്രഹ്മാവ്, രുദ്രൻ, ഭഗവാൻ അച്യുതൻ. ഇങ്ങനെ ഇവരാണ് ഈ ദേവതമാരാണ് യഥാക്രമം സൃഷ്ടിക്കപ്പെട്ടത്. ഇതാണ് നമ്മൾ 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അത് തന്നെ ഒന്നുകൂടെ അങ്ങ് സമർത്ഥിച്ചിരിക്കുകയാണ് 7-ാമത്തെ ശ്ലോകത്തിൽ. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ബുക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന്. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ബുക്ക് കാണിച്ചു തരാം. ഇതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വനമാല വ്യാഖ്യാനം എന്ന ബുക്കാണ്. ഇതാണ് ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണമാണ്. അതുപോലെ തന്നെ അത് ഞാൻ ഒരുപാട് നാളെടുത്തു ഇത് വായിച്ച് ഹൃദിസ്ഥമാക്കാൻ. അത് ശരിയായ രീതിയിൽ ഇത് വായിക്കാനായിട്ട് ഞാൻ നല്ല പ്രയാസപ്പെട്ടു. ഇതാണ് അതിൻ്റെ പേജ്, കണ്ടോ? ശ്രീമദ് നാരായണീയം ഫസ്റ്റ് എഡിഷൻ 78, 84, 89, 95, 2006, 2008, 2011. ഇനി ഇതാണ് വനമാല വ്യാഖ്യാനം എന്ന ബുക്ക്. അപ്പോൾ ഈ ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. വായിക്കാൻ വേറെ വലിയ അക്ഷരത്തിലുള്ള ഈ ബുക്ക് തന്നെ ഞാൻ വായിക്കുന്നതും ഫോളോ ചെയ്യുന്നതും. വേറെ ബുക്കൊന്നും ഞാൻ അവലംബിക്കുന്നില്ല ഇപ്പം. ഇത് തന്നെ വായിച്ചാണ് ഇത്. പിന്നെ ഇത് പഠിക്കാനാണെങ്കിൽ വായിക്കാൻ തെറ്റുകൂടാതെ പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അത് വലിയ പണ്ഡിതന്മാരായിട്ടുള്ളവരും ഡോക്ടറേറ്റ് ഉള്ളവരും ഒക്കെ അവരൊക്കെ നന്നായിട്ട് ചെയ്യുന്ന കേൾക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് വേറെ ചിലയിടത്തു നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് പല വീഡിയോസ് കേൾക്കുകയും കാണുകയും അല്ലെങ്കിൽ പലരിൽ നിന്നുള്ള പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് തന്നെത്താൻ അന്നേരം അതിനെപ്പറ്റി അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ബുക്കിൽ തന്നെ നമ്മൾ ഏവം ച ദ്വിപരാർദ്ധകാലം എന്ന് പറഞ്ഞു. ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന ദ്വിപരാർദ്ധകാലം എന്ന് പറഞ്ഞാൽ 18 ഒക്കെ ഉള്ള ഒരു സംഖ്യ എന്നാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാൻ കേട്ട വേറൊരു വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞത് 50 വർഷമാണ്. ദ്വി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ 2 ദ്വിപരാർദ്ധകാലം എന്ന് പറഞ്ഞാൽ 2 പരാർദ്ധകാലം. അപ്പോൾ അത് എനിക്ക് സംശയമുണ്ട് അതിനെപ്പറ്റി എന്തായാലും. അപ്പോൾ ആ ദ്വിപരാർദ്ധകാലം എന്ന് അദ്ദേഹം പറഞ്ഞത് 50 × 2 100 വർഷമെന്നാണ്. പിന്നെ കൽപ്പത്തിനെ പറ്റി ഞാൻ മഹാദേവി മാഹാത്മ്യം പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞപ്പോഴും ഞാൻ 2-3 ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കിട്ടിയ സംഖ്യ ഞാൻ നിങ്ങളോട് പറഞ്ഞ 432 കോടി വർഷമെന്ന്. അതായത് ഒരു മഹാകൽപ്പം മന്വന്തരം 14 മന്വന്തരം കൂടുന്നതാണ് ഒരു കൽപ്പം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ അതിൽ 432 കോടി വർഷം എന്നാണ് പറഞ്ഞിരുന്നത്.
അതുപോലെ അതിനെപ്പറ്റി ആ സംഖ്യയെപ്പറ്റിയും ഇതുപോലെ കൺഫ്യൂഷനുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ വിടാം. സംഖ്യകളൊന്നും നമ്മുടെ ഒരു വിഷയമേ അല്ല. നമുക്ക് ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പനാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. നമുക്ക് ഭക്തിയാണ്, നമ്മുടെ മനസ്സിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം. ആ ഭക്തിയിൽ അലിഞ്ഞ് ഗുരുവായൂരപ്പനിൽ അലിഞ്ഞ് ചേർന്ന് നമ്മൾ ആ ഗുരുവായൂരപ്പനെ സ്തുതിക്കാനായിട്ട് മേൽപ്പത്തൂർ ചെയ്തതുപോലെ ഭക്തി ഉണ്ടായി, ഭക്തി കൊണ്ട് നമുക്ക് ആ ഗുരുവായൂരപ്പനിൽ അലിഞ്ഞു ചേരാൻ പറ്റണം. അതേ നമുക്ക് ഉദ്ദേശമുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ഇത് വായിച്ച് തെറ്റുകൂടാതെ, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇത് വായിക്കണം എന്ന്. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് വായിക്കാൻ പഠിച്ചതും. നാക്ക് പിഴയ്ക്കാതെ വായിക്കാൻ ഇപ്പോഴും പറ്റണമെന്ന് ഞാൻ വിചാരിക്കണില്ല. നിങ്ങൾ തെറ്റുള്ളത് നിങ്ങൾ ക്ഷമിക്കണം, ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ചൂണ്ടിക്കാണിക്കുന്നില്ലെന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ പറയുന്നത് കൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു, കളിയായിട്ടാണെങ്കിലും ഫോണിൽ കൂടെ പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല, കമൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. നമുക്കിന്ന് 7ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പം 7ാമത്തെ ശ്ലോകത്തിൽ ആദ്യം ശ്ലോകം വായിക്കാം, എന്നിട്ട് ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തക്കരണം വിഭോ തവ ബലാത് സത്വാം ചയേവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം അപസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത് ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തക്കരണം വിഭോ തവ ബലാത് സത്വാം ചയേവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനസ്തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത്. ത്വദ്ബലാത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബലത്താൽ, അവിടുത്തെ ശക്തിയാൽ എന്നാണ്, അവിടുത്തെ പ്രേരണയാൽ. നമ്മൾ പഠിച്ചു, അവിടുത്തെ പ്രേരണ കൊണ്ടാണ് മായാശക്തി എല്ലാവരും, അതായത് ചൈതന്യത്തെയൊക്കെ കൊടുത്ത് പ്രേരിപ്പിച്ചിട്ടാണ് മായാശക്തി എല്ലാ ഗുണങ്ങളെയും, അത് സാത്വിക ഗുണം, താമസ ഗുണം, രജോ ഗുണം ഇവയെല്ലാം സൃഷ്ടിച്ചത് ആ ശക്തി കൊടുത്തിട്ടാണെന്ന് നമ്മൾ വായിച്ചു. ആദ്യം നമുക്ക് ഈ വാക്കുകളുടെ അന്വയം ഒന്ന് നോക്കാം. അതായത് ഈ ഹൂമൻ മാനസ ബുദ്ധി അഹങ്കൃതിമിള ചിത്താഖ്യവൃത്യന്വിതം എന്നാണ്. ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തക്കരണം വിഭോ തവ ബലാത് സത്വാംശ ഏവ അസൃജത് ജാതഃ തൈജസത ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസഃ മരുത്പുരപദേ ശബ്ദോ ജനി ത്വദ്ബലാത്. ശബ്ദ അജനിയാണ് ശബ്ദോജനി. അതുപോലെ തത്വാംശ ഏവ അസൃജത് തത്വാംശ ഏവാസൃജത് ജാതഃ തൈജസഃ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസഃ മരുത്പുരപദേ ശബ്ദ പ്ലസ് അജനി പ്ലസ് ത്വദ്ബലാത് ആണ് അന്വയം. അതുപോലെ ഇനി നമുക്ക് ആ ശ്ലോകത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 6ാം ശ്ലോകത്തിൽ പറഞ്ഞവയെ ഒന്നുകൂടെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഭൂമൻ എന്ന് വിളിച്ചിരിക്കുന്നത് പ്രഭോ സർവവ്യാപിൻ എന്നാണ്. ഭൂമൻ എന്ന് പറഞ്ഞാൽ ഭൂമൻ വിഭോ, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ. വിഭോ ഗുരുവായൂരപ്പ, ഭഗവാനെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയുടെ ശക്തിയാൽ തവ ബലാത്, അങ്ങയുടെ ശക്തിയാൽ പ്രേരണയാൽ സത്വാംശ ഏവ, സത്വാംശങ്ങൾ അതായത് സത്വാംശങ്ങൾ ഏറെ അടങ്ങിയിട്ടുള്ള കൂടുതലുള്ള അഹങ്കാരത്തെ, ആദ്യം അഹം എന്ന ബോധത്തെയും വീണ്ടും അഹങ്കാരത്തെയും അവിടുത്തെ പ്രേരണയാൽ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിച്ചു ഇല്ലേ. സാത്വിക അഹങ്കാരം തന്നെയാണ് മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം. അതായത് മാനസ ബുദ്ധി അഹങ്കൃതി അഹങ്കാരമാണ്. മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ചിത്താഖ്യ
ആഖ്യ എന്ന് പറഞ്ഞിരിക്കുന്ന പേര്, എന്നീ പേരോടുകൂടിയ, എന്നീ വൃത്യന്യത, എന്നീ വൃത്തികളോടുകൂടിയ അന്ധക്കരണത്തെയും, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ അന്ധക്കരണ വൃത്തികളെയും സൃഷ്ടിച്ചു അവിടുത്തെ പ്രേരണയാൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. തൈജസതഃ ദശേന്ദ്രിയഗണ. തൈജസം എന്ന് പറഞ്ഞാൽ രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുടെ, 10 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണെന്ന് നമുക്കറിയാം ഇപ്പോൾ അല്ലേ. 5 കർമ്മേന്ദ്രിയങ്ങളുടെയും ആ ഒരു കൂട്ടം ഉണ്ടായി. അല്ലെങ്കിൽ ആ 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു. അവയുടെ ദേവതകൾ ഏതാണെന്ന് നമുക്കറിയാം അല്ലേ. ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവത ശ്രോത്രത്തിൻ്റെ ദിശ, ത്വക്കിൻ്റെ വായു, ചക്ഷുസിൻ്റെ അതായത് കണ്ണിൻ്റെ സൂര്യൻ, ജിഹ്വ വരുണൻ, വരുണനെ പാശി എന്ന് വിളിക്കുന്നു നമ്മൾ പറഞ്ഞു. അതുപോലെ മൂക്ക്, ഘ്രാണം, നാസികയുടെ അശ്വിനി ദേവകൾ. ഇനി കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകളെയും ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം എന്നാണ് നമ്മൾ പറഞ്ഞത് കർമ്മേന്ദ്രിയം. വാക്ക് നമുക്കറിയാം, വാക്കിൻ്റെ ദേവത വന്നി, അതായത് അഗ്നിയാണ് ദേവത. പാണി, കൈകളാണ് പാണി, കൈകളുടെ ദേവത ഇന്ദ്രൻ. അതുപോലെ പാദം, നമ്മൾ നടക്കുന്ന കാലുകൾ, ആ കാലുകൾ ശരിക്കും നടക്കണമെങ്കിൽ അച്യുതൻ കടാക്ഷിക്കണം, അച്യുതനാണ് ദേവത. അടുത്തത് പായു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസർജനേന്ദ്രിയമാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ ദേവത മിത്രനാണ്. അതുപോലെ ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയമാണ്. നമുക്കറിയാം ആ പ്രജാപതിയാണ്, അതായത് ബ്രഹ്മമാണ്, അതിൻ്റെ സൃഷ്ടിയാണ് കർമ്മം. അപ്പോൾ ആ പ്രജാപതി ബ്രഹ്മാവാണ്, ആ ഉപസ്ഥേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാതാവായ ദേവത. ഇനി അടുത്ത അന്ധകരണ വൃത്തികളായ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും കാര്യമാണ് പറഞ്ഞത്. തൈജസതഃ ദശേന്ദ്രിയഗണ. ആ 5 കർമ്മേന്ദ്രിയങ്ങളുടെയും സമൂഹം സംജാതമായി, അതുപോലെ തന്നെ അന്ധകരണത്തെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ മനസ്സിൻ്റെ ദേവത ചന്ദ്രനാണെന്നാണ് ഇന്നലെ പറഞ്ഞത് അല്ലേ, ഇന്നലത്തെ വീഡിയോയിൽ. അതുപോലെ ചതുർമുഖൻ എന്ന് പറഞ്ഞാൽ 4 മുഖം, ചതുഹു മുഖ. അപ്പോൾ ചതുർമുഖൻ ബ്രഹ്മാവാണ്, 4 മുഖൻ. രുദ്രൻ ശിവനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്. ഇതാണ് ക്രമം. ഈ ക്രമം അനുസരിച്ചാണ് സൃഷ്ടി നടന്നിരിക്കുന്നത്. അപ്പോൾ ഭൂമൻ വിഭോ, സർവവ്യാപിയായ ഭഗവാനെ, തവ ബലാത് അല്ലെങ്കിൽ ത്വദ്ബലാത്, അങ്ങയുടെ പ്രേരണയാൽ അല്ലെങ്കിൽ അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട്, സത്വാംശഹേവ, ആ സാത്വിക അഹങ്കാരം തന്നെയാണ് മാനസബുദ്ധ്യഹങ്കൃതി മിളച്ചിത്താഖ്യവൃത്യൻ. അപ്പം ആ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ചിത്തത്തെയും ഈ 4 അന്ധകരണ വൃത്തികളെയും സൃഷ്ടിച്ചത് അവിടുത്തെ പ്രേരണയാൽ തന്നെയാണ്, അവിടുത്തെ ചൈതന്യത്താൽ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി തൈജസതഃ ദശേന്ദ്രിയഗണ. 10 ഇന്ദ്രിയഗണങ്ങളെയും, അതായത് ഗണം കൂട്ടമാണ്. ദശേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 ദശം 10 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും കൂടി കൂടുമ്പോൾ 10 ഇന്ദ്രിയങ്ങളായി. അത് തൈജസം എന്ന് പറഞ്ഞിരിക്കുന്നത് രാജസ അഹങ്കാരത്തിൽ നിന്നാണ് ഈ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവയുടെ കർമ്മം എന്താണെന്നും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് വിളിച്ചിരിക്കുകയാണ് മരുത്പുരവതേ ത്വദ്ബലാത്. ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങയുടെ ശക്തിയാൽ തന്നെയാണ്. ഇനി അങ്ങയുടെ ശക്തിയാൽ ത്വദ്ബലാത്. ഇവിടെ ആദ്യം തവബലാത്നി എന്ന് പറഞ്ഞു, രണ്ടാമത് ഇവിടെ ത്വദ്ബലാത് എന്ന് പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ അന്വയപ്രകാരം അല്ലെങ്കിൽ വൃത്തം ശരിയാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. മരുത്പുരവതേ ത്വദ്ബലാത്. ഗുരുവായൂരപ്പ അങ്ങയുടെ ശക്തിയാൽ. പുനഃ തത്താമസാംശാത്. ആ താമസാഹങ്കാരത്തിൽ നിന്ന് അതിൻ്റെ അംശമായിട്ട് തത് ആ താമസ അംശാത് ആ താമസമാകുന്ന അഹങ്കാരത്തിൽ നിന്ന് അതിൻ്റെ അംശമായിട്ട് നഭസഹ ആകാശം എന്ന തന്മാത്ര, ആകാശത്തിൻ്റെ തന്മാത്രയായിട്ട് ശബ്ദ അജനി, ശബ്ദോ ജനി ത്വദ്ബലാത് എന്ന് പറഞ്ഞ് ശബ്ദം ജനിച്ചു എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ജനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്രയും ഉള്ളൂ.
7ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ശബ്ദാദ്വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധ ചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാദ്. ശബ്ദാദ്വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധ ചരസം തോയം ച ഗന്ധം മഹിം തസ്മാദ്രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹിം ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാദ്. ശബ്ദാദ്, ശബ്ദത്തിൽ നിന്ന് വ്യോമ. വ്യോമം ആകാശമാണ്. ഇവിടെ ശബ്ദത്തിൽ നിന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. തതഃ, അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ ആകാശത്തിൽ നിന്ന് സ്പർശം നമുക്കറിയാം. സ്പർശേന്ദ്രിയം, നമുക്ക് സ്പർശനത്തെ അറിയാം. അതെന്ന് തൊട്ടാൽ നമുക്ക് അറിയണം, ഇല്ലേ, അനുഭവം ഉണ്ടാവണം. തതഃ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും, അതഃ മാരുതം, ആ സ്പർശത്തിൽ നിന്ന്, അതഃ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നാണ്, ഇവിടെ അല്ല, അതുകൊണ്ടെന്നല്ല, അതിൽ നിന്ന്, ആ സ്പർശത്തിൽ നിന്ന് മാരുതനെയും, അത് മാരുതം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വായുവിനെയും നമ്മുടെ ശ്വാസപ്രാണനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ, ശരീരത്തിൽ. തസ്മാത് രൂപം, ആ വായുവിൽ നിന്ന് രൂപത്തെ, നമ്മുടെ അതറിയാം, നമ്മളെല്ലാം ആദ്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മരൂപമല്ല, അതായത് സൂക്ഷ്മരൂപത്തിൽ നിന്ന് സ്ഥൂല രൂപത്തിലേക്കാണ് സൃഷ്ടിക്കുന്നത് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ പ്രളയകാലത്ത് ഇതെല്ലാം സൂക്ഷ്മരൂപത്തിലാണ് ഭഗവാനിൽ പോയി ലയിച്ചു ചേർന്നത്. നമ്മുടെ ശരീരം ഇവിടെ കിടക്കുകയായിരുന്നല്ലേ. അപ്പോൾ ഈ ദേവതമാരുടെ അകമ്പടിയോടുകൂടി ഈ ഇന്ദ്രിയങ്ങളെല്ലാം അന്ധകരണ വൃത്തികളുമെല്ലാം ഭഗവാനിൽ പോയി ലയിച്ചു. അവിടെ നിന്ന് തിരിച്ച് പുനഃസൃഷ്ടി നടത്തുമ്പോൾ ഇതിന് ആ സൂക്ഷ്മരൂപത്തിൽ നിന്ന് സ്ഥൂല രൂപത്തിലേക്ക് വരികയാണിത്. അതാണ് തസ്മാത് രൂപം, അതിൽ നിന്ന്, ആ വായുവിൽ നിന്ന് രൂപത്തെയും സൃഷ്ടിച്ചു. തതഃ മഹഃ എന്ന് പറഞ്ഞാൽ മഹത്തത്വം, ഈ രൂപത്തിൽ നിന്ന് തേജസ്സിനെയും, ഇവിടെ മഹാനായ തേജസ്സിനെയും, പിന്നെ അധചരസം, പിന്നെ തേജസ്സിൽ നിന്ന് രസത്തെയും, തോയം ച ഗന്ധം മഹീം, തോയം വെള്ളമാണ് അല്ലേ, ജലം, ഗന്ധം, ഭൂമി എന്നിവയെയും, രസത്തിൽ നിന്ന് തോയത്തെ, തോയത്തിൽ നിന്ന് ഗന്ധത്തെ, ഗന്ധത്തിൽ നിന്ന് ഭൂമിയെ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. വിഭോ സസർജിത, വിഭോ ഹേ സർവവ്യാപിൻ, സർവവ്യാപിയായ ഗുരുവായൂരപ്പ അങ്ങ് സസർജിത സൃഷ്ടിച്ചു. അപ്പോൾ ശബ്ദാദ്വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധജരസം തോയം ജഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം. ആദ്യാദ്യധർമാന്വിതം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായത്, രണ്ടാമതുണ്ടായത്. ഹേ മാധവ, ഗുരുവായൂരപ്പ, ഇങ്ങനെ മുൻപ് ഉണ്ടായവയുടെ സംബന്ധം കൊണ്ടാണ്, അതിനോട് ബന്ധപ്പെട്ടാണ്, അത് കാരണമാണ് അതിനടുത്തത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സംബന്ധം ഹേതുവായിട്ട് ആദ്യമാദ്യം ഉണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ, ഈ പഞ്ചഭൂത സമൂഹത്തെ ഭഗവാനെ അവിടുന്ന് തന്നെ താമസാഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു. അവിടുന്നാണ് ഈ താമസാഹങ്കാരത്തിൽ നിന്ന് ഇവയെല്ലാം പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീവൻ കൊടുത്തു എന്നർത്ഥം. അവിടുന്ന് ജീവൻ കൊടുത്ത് പ്രകാശിപ്പിച്ചു. ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് തേജസ്. അതായത് ഇപ്പം ശബ്ദസ്പർശരൂപ ഗുണകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മൾട്ടിപ്പിൾ എന്നാണ്. തേജസ്സിൽ നിന്ന് രസം, അതിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, അതിൽ നിന്ന് ഭൂമിയും. ശബ്ദം എന്ന പോലെ ഈ മറ്റുള്ള വസ്തുക്കളും തന്മാത്രകൾ തന്നെയാണ്. പ്രാകാശയ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മങ്ങളായിരുന്നവയെ സൃഷ്ടിക്കുന്ന സമയത്ത് സ്ഥൂലങ്ങളായി പ്രകാശിപ്പിച്ചു എന്നർത്ഥം.
അവയ്ക്കൊക്കെ രൂപമുണ്ടായി ഇപ്പോൾ ഇല്ലേ, എല്ലാത്തിനും. ഇതാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് ഇത് ഇത്രയും മതി. ഇനി ബാക്കി 9ഉം 10ഉം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നന്ദി, നമസ്കാരം. ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഇതൊരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്യുന്നത്, അതിൽ വേറൊന്നും ആലോചിക്കണ്ട. നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, ഈ ബുക്ക് നോക്കി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നാരായണീയം പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് മീൻസ് ഉണ്ട്. അതായത് ഇത് പഠിക്കാനായിട്ടുള്ള ഒരുപാട് ഉപാധികളുണ്ട് ഇപ്പോൾ പഠിക്കാൻ. പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല. പിന്നെ നല്ല ഒരു ഗുരുവിനെ കിട്ടുക, മേൽപ്പത്തൂരിന് കിട്ടിയതുപോലെ നല്ല ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് പുണ്യം ചെയ്യണം. അതായത് മേൽപ്പത്തൂർ നല്ലൊരു ശിഷ്യനായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു നല്ലൊരു ഗുരുവുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ തൃക്കണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വലിയ മഹാദേവ ക്ഷേത്രമുണ്ട്. അതിനടുത്തൊരു ആലും, അന്ന് അവിടെ വെട്ടനാട്ടിലെ രാജാവായിരുന്നു, ഭരിച്ചുകൊണ്ടിരുന്ന രാജഭരണമുള്ള കാലത്ത് ഏകദേശം 4 നൂറ്റാണ്ട് മുമ്പല്ലേ. അപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ പണ്ഡിതന്മാരെല്ലാം ഒത്തുകൂടുന്ന സമയത്ത് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഗുരുവായ അച്യുത പിഷാരടിയുടെ സഹോദരിയുടെ പുത്രിയാണ് വിവാഹം കഴിച്ചിരുന്നത്. അപ്പോൾ മേൽപ്പത്തൂരിനൊരു 18 വയസ്സൊക്കെ പ്രായം കാണുള്ളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹം അത്ര വലിയ ചെറുപ്പത്തിലെ നന്നായിട്ട്, അതായത് അച്ഛൻ്റെ അമ്മാവിൻ്റെയും മൂത്ത ജ്യേഷ്ഠൻ്റെയൊക്കെ അടുത്തുനിന്ന് നന്നായിട്ട് വിദ്യ അഭ്യസിച്ചിരുന്നു, നന്നായിട്ട് വ്യാകരണവും അതുപോലെ വ്യാഖ്യാനമൊക്കെ പഠിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ തൃക്കണ്ടിയൂർ വന്നു കഴിഞ്ഞ് അദ്ദേഹം ഈ അച്യുത പിഷാരടിയുടെ സഹോദരി പുത്രിയെ കാണുകയും കണ്ട് അത് വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുവിൻ്റെ കൂടെ ഈ അച്യുത പിഷാരടിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അത്യന്തം സുഖലോലുപ ജീവിതമാണ് ഇദ്ദേഹം നയിച്ചിരുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഗുരുകുല സമ്പ്രദായമാണല്ലോ അന്നൊക്കെ. ഗുരുകുല സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം, ഗുരുവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇവിടെ ഇപ്പം മേൽപ്പത്തൂരിൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ മാതുലനാണ്, അതായത് അമ്മാവനാണ്. അതുകൊണ്ട് അവിടെ വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ഒന്നും, എന്നാലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗുരുവാണെങ്കിൽ എല്ലാം ചെയ്യണം. മറ്റ് ശിഷ്യന്മാർക്ക് ഒപ്പമേ സ്ഥാനം കാണുള്ളൂ ഇല്ലേ. ഈ വെട്ടനാട്ട് രാജാവിൻ്റെ കീഴിലായിരുന്നു. രാജാവാണെങ്കിൽ നല്ല ഈ പണ്ഡിതന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജാവായിരുന്നു കേട്ടോ. അപ്പോൾ രാജരാജവർമ്മ തമ്പുരാനും അദ്ദേഹത്തിൻ്റെ ഇളയ രാജാവായിരുന്ന രവിവർമ്മ തമ്പുരാനുമാണ് അന്ന് നാടുവാണിരുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ ഈ മേൽപ്പത്തൂർ ഭട്ടതിരി എന്ന തൃക്കണ്ടിയൂരിൽ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഈ അച്യുത പിഷാരടിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ വളരെ എല്ലാ ശിഷ്യന്മാരും ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ സുഖലോലുപനായിരുന്നു എന്ന്. മറ്റ് ശിഷ്യന്മാരൊക്കെ വന്നിങ്ങനെ അവർ പഠിക്കാനുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അച്യുത പിഷാരടി എന്ന ഗുരു ഇങ്ങനെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ മേൽപ്പത്തൂര് ഉറക്കമാണെന്നിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ മുറ്റത്തും തിണ്ണയിലുമൊക്കെ ഇരിക്കുന്ന ഇവർ. അപ്പോൾ അതിനിടയിൽ കൂടെ ചാടിക്കടന്ന് പ്രഭാതകർമ്മങ്ങൾ ചെയ്യാൻ, കുളിക്കാനും പല്ല് തേക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഈ അച്യുത പിഷാരടി എന്ത് പറഞ്ഞെന്നറിയാവോ? മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഷ്ടം, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് അതിങ്ങനെ പാഴാക്കി കളയുന്നുവല്ലോ എന്ന് പറഞ്ഞു. വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ കുറച്ചുറക്കെ തന്നെത്താൻ പറയുന്ന പോലെയാണ് പറഞ്ഞത്. അത് മേൽപ്പത്തൂര് കേട്ടു. എന്തായാലും കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞതല്ലേ. അത് ഭട്ടതിരിയുടെ ഉള്ളിൽ കൊണ്ടുവന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പം ഒന്ന് നിന്ന് ആലോചിച്ചിട്ട് വേഗം പോയി കുളിച്ച്, അതായത് പ്രഭാതകർമ്മങ്ങൾ ഒക്കെ കഴിച്ച് അദ്ദേഹം അച്യുത പിഷാരടിയുടെ അടുക്കൽ വന്നിങ്ങനെ പ്രാർത്ഥിച്ചു പോലും. അതായത് മഗ്നം മഹാമോഹമയേ മഹാബ്ധൗ മന്ദം മഹാത്മൻ മമതാകുലേന കൃപാപയോധേ മനസോദ്ധരാമും കൃത്വോടുവം ജ്ഞാനമയം പ്രപന്നം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കൃപാസമുദ്രമായ മഹാത്മാവേ, അജ്ഞാന മഹാസമുദ്രത്തിൽ മുങ്ങിയ ഈ ഭാഗ്യഹീനനെ, അതായത് സ്നേഹപരവശമായ മനസ്സുകൊണ്ട്, അതായത് ജ്ഞാനമാകുന്ന പൊങ്ങുതടി ഉണ്ടാക്കി തന്ന് പിടിച്ചു കയറ്റണമേ.
അവിടുന്ന് മാത്രമേ ഈ ഉള്ളവന് ശരണമായിട്ടുള്ളൂ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് അച്യുതപിഷാരടിയോട് പറഞ്ഞു, കൃപാസമുദ്രമാണ് അവിടുന്ന്. ഞാനിങ്ങനെ അജ്ഞാനമെന്ന അറിവില്ലായ്മ എന്ന മഹാസമുദ്രത്തിൽ മുങ്ങി മുങ്ങി താണു കിടക്കുകയാണ്. ഈ ഭാഗ്യഹീനനെ അവിടുന്ന് സ്നേഹവും കരുണയും കാണിച്ച് ഒരു പൊങ്ങ് തടിയായിട്ട് വന്ന് എന്നെ പിടിച്ച് കയറ്റണമേ എന്നാണ് പറഞ്ഞത്. എന്തായാലും അന്ന് മുതൽ മേൽപ്പത്തൂരിൻ്റെ സ്വഭാവം ആകെ മാറിയെന്നും യൗവന ചാബല്യങ്ങളൊക്കെ നീങ്ങി നല്ല അതായത് അന്ന് വരെ ആ അലസതയിൽ കൂടെ ജീവിച്ചിരുന്ന അദ്ദേഹം വളരെ സീരിയസ് ആയ ഒരു ശിഷ്യനായിട്ട് പഠിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല ഗുരുവും നല്ല ശിഷ്യനുമായിരുന്നു. അതുപോലെ നമുക്ക് നാരായണീയം പഠിക്കണമെങ്കിലും എന്ത് പഠിക്കണമെങ്കിലും നമുക്ക് നല്ല ഗുരുക്കന്മാർ തന്നെ വേണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം തെറ്റുകൂടാതെ കാര്യങ്ങൾ പറയാനുള്ള കഴിവ് വേണം, അല്ലേ? നിങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരിൽ അറിയാവുന്നവരും അറിവില്ലാത്തവരും കാണും കേൾക്കുന്നവരിൽ. അപ്പോൾ കൃപയുണ്ടായി തെറ്റുള്ളത് ചൂണ്ടിക്കാണിക്കാനുള്ള മനസാന്നിധ്യം കാണിക്കണം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയുന്നത് ഒരു സുഖമല്ലേ, അത് കേൾക്കുന്നത് ഒരു സുഖമല്ലേ? അങ്ങനെ ഇപ്പം വീഡിയോയിൽ കൂടെ ആണെങ്കിലും നമുക്ക് പറയാമല്ലോ, നമുക്ക് പറയാനുള്ളത്. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് പറയണം. അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നല്ല ഗുരു നല്ല ശിഷ്യബന്ധമാണ് നമ്മൾ തമ്മിലും വേണ്ടത്, കേൾക്കുന്നവരും ഞാനും തമ്മിൽ. അപ്പോൾ അത്യാവശ്യം തെറ്റുകൂടാതെ പറയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ വിശ്വാസമുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ അക്ഷരങ്ങൾ, അതായത് അതിൻ്റെ അർത്ഥം ചോർന്നു പോകാതെ മുറിച്ച് പറയാൻ പറ്റണം, വേർഡ്സ്, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് പേര് വായിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ വായിക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തോന്നണം അതിൻ്റെ അർത്ഥവും വാക്കും ഒക്കെ ശരിയായിട്ടാണ് ഉച്ചരിക്കുന്നതെന്ന് നമുക്ക് തോന്നണം. നമ്മൾ തന്നെത്താൻ പഠിക്കുമ്പോൾ അതിനൊരു ബലഹീനതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ നോളജ് അവിടെ തന്നെ ലിമിറ്റ് ചെയ്യും. നമുക്ക് ആ കൂടുതലായിട്ട് പറഞ്ഞു തരാൻ ആരുമില്ല. ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നാകുമ്പോൾ നമുക്ക് അത് കൂടുതൽ നമുക്കറിയാൻ പാടില്ലാത്തത് ആ ഒരു വേർഡിനെ പറ്റി അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ അറിവ് കിട്ടും നമുക്ക്. നമ്മൾ തന്നെ വായിക്കുമ്പോൾ അത് കിട്ടുമോ? പോരാത്തതിനിപ്പോൾ നമ്മൾ മേൽപ്പത്തൂരിൻ്റെ അല്ലെങ്കിൽ വനമാല ആഖ്യാനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നോക്കിയിട്ട് ഇതിലുള്ള വേർഡ്സേ ഉള്ളൂ. നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കും? നമ്മൾ വേഗം ഒരു ഡിക്ഷണറിയുടെ സഹായം നോക്കും. ഡിക്ഷണറിയിലില്ലെങ്കിലോ? എല്ലാം ഒന്നും ഡിക്ഷണറിയിലില്ല. തന്നെയല്ല വളരെ ബുദ്ധിമുട്ടാണ് സംസ്കൃതത്തിൻ്റെ മീനിങ് ഒക്കെ. അത് സംസ്കൃതം അറിയാവുന്നവർക്ക് അതിൻ്റെ അന്വയവും അതുപോലെ ഞാൻ സംസ്കൃതം ആധികാരികമായിട്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും തന്നെ പഠിച്ചു വെച്ച് നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ തെറ്റുകൂടാതെ പറയണമെന്നൊരാഗ്രഹമേ ഉള്ളൂ. അതിന് ഗുരുവായൂരപ്പൻ്റെ ആ കൃപാകടാക്ഷം കൊണ്ട് ഇത്രയൊക്കെ നടക്കുന്നു എന്ന് മാത്രം. പിന്നെ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തി ഇഷ്ടപ്പെട്ട ഗുരുവായൂരപ്പൻ എന്നെ കൈവിടില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുമുണ്ട്. ഉറച്ച വിശ്വാസത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുവായൂരപ്പൻ നിങ്ങളെയും കടാക്ഷിക്കട്ടെ. ഗുരുവായൂരപ്പൻ പൂന്താനത്തിൻ്റെ ഭക്തിയെ ഇഷ്ടപ്പെട്ടതുപോലെ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാളും, ഇവിടെ മേൽപ്പത്തൂരിൻ്റെ വിഭക്തി എന്നത് പാണ്ഡിത്യം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പൂന്താനത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് മലയാള ഭാഷയാണ്. പാണ്ഡിത്യമുള്ള മേൽപ്പത്തൂർ എഴുതിയ ആ സംസ്കൃത ശ്ലോകത്തെക്കാളും പൂന്താനം മലയാളത്തിൽ എഴുതിയ ജ്ഞാനപ്പാനയാണ് ഇഷ്ടമെന്നാണ് സ്വപ്നത്തിൽ വന്ന് മേൽപ്പത്തൂരിനോട് ഗുരുവായൂരപ്പൻ പറഞ്ഞത്. മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണെന്ന്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്കും നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.